Okay, good evening. Welcome back. നമ്മൾ IT പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 7ാമത്തെ ചാപ്റ്ററിലെ സ്റ്റെലേറിയം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് പബ്ലിക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. മോഡൽ എക്സാമിന് ചോദിച്ചതും കൈറ്റ് പബ്ലിഷ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3 ക്വസ്റ്റ്യനാണ് സ്റ്റെലേറിയത്തിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്നും 2026 മാർച്ച് 15 രാവിലെ 6:45 സൂര്യോദയം സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിൽ ദൃശ്യമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹായമായിട്ട് അഥവാ ഹിൻ്റായിട്ട് തന്നിരിക്കുന്നു. ലൊക്കേഷൻ തിരുവനന്തപുരമാണ്. ഡേറ്റ് ആൻഡ് ടൈം 2026 3-ാം മാസം 15-ാം തീയതി അഥവാ മാർച്ച് 15 രാവിലെ 6:45. ലൊക്കേഷൻ ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം എന്നിവ ക്രമീകരിച്ച് സൂര്യനെ കണ്ടെത്തി കഴിഞ്ഞാൽ മൗസ് വീൽ ഉപയോഗിച്ച് സൂം ചെയ്ത് സൂര്യനെ ദൃശ്യമാക്കുക എന്ന് വെച്ചാൽ സൂര്യനെ കൃത്യമായിട്ട് വലിയ സൂം ചെയ്ത് സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് വെക്കുക. ദെൻ സൂര്യോദയം കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് തയ്യാറാക്കാം. എക്സാം 10 പ്രൊഡക്ട്സ് ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _tvm.png എന്ന പേരിൽ ഫയൽ നാമം നൽകി സ്ക്രീൻഷോട്ട് സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് കീബോർഡിലെ PRTSC എന്ന കീ പ്രസ് ചെയ്യുക. തുടർന്ന് നിശ്ചിത ഭാഗം തിരഞ്ഞെടുത്ത് എൻ്റർ കീ അമർത്തുന്നതോടുകൂടി സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് സ്ക്രീൻഷോട്ട് ഫോൾഡർ ലഭിക്കും. ഇത് എക്സാം 10 പ്രൊഡക്ട്സിലേക്ക് കോപ്പി ചെയ്ത് നിർദ്ദിഷ്ട ഫയൽ നിർമ്മിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്കൊന്ന് പോവാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടതാണ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെലേറിയം 7ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള 3 സോഫ്റ്റ്വെയർസാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സ്റ്റെലേറിയം ഉണ്ട്, അതുപോലെ QGIS ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജിയോജിബ്ര ഉണ്ട്. ജിയോജിബ്രയുടെ ക്ലാസ് നമ്മൾ മുൻപ് എടുത്തിരുന്നു. ഇനി സ്റ്റെലേറിയം QGIS ആണ് ബാക്കിയുള്ളത്. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ 3 പോർഷൻസ് വരുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 2-3 മിനിറ്റിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഷോ ഓൾ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെലേറിയം സെർച്ച് ചെയ്യുക. STE എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി സ്റ്റെലേറിയം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് ദൃശ്യം ഓപ്പൺ ആക്കി വരിക. ഓക്കെ, ഇങ്ങനെയാണ് സ്ക്രീൻ കാണുക. സ്ക്രീനിലൊരു പുൽമേട് കാണുന്നുണ്ട് അല്ലേ. സ്റ്റെലേറിയം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം പ്ലാനറ്റുകളെക്കുറിച്ചും ഭൂമിയുടെയും ചന്ദ്രൻ്റെയൊക്കെ മൂവ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്റ്റെലേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായി ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്യണം. ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൗസ് ഇടതുവശത്തേക്ക് നീക്കുക. മൗസ് ഇടതുവശത്തേക്ക് നീക്കുമ്പോൾ എന്ത് ചെയ്യും, ലൊക്കേഷൻ വിൻഡോ ഒരു സ്റ്റാറിൻ്റെ സിമ്പിളുണ്ട്. ലൊക്കേഷൻ വിൻഡോ ഉണ്ട്. അതിന് തൊട്ട് താഴെ ഒരു ഡേറ്റ് ആൻഡ് ടൈമിന് ക്ലോക്കിൻ്റെ സിമ്പിൾ ഉണ്ട്. ദെൻ സ്കൈ ആൻഡ് വ്യൂയിങ് ഓപ്ഷൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ദെൻ സെർച്ച് വിൻഡോ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡിഫോൾട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലൊക്കേഷൻ വിൻഡോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ വിൻഡോ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുക, തിരുവനന്തപുരമാണ് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരം സെർച്ച് ചെയ്യുക. ഇവിടെ ഈ സെർച്ച് ബാറിൽ THIR എന്ന് അടിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം ഇന്ത്യ. ഓക്കെ, തിരുവനന്തപുരം ഇന്ത്യ സെർച്ച് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടാവും. നോക്കൂ, ഇവിടെ താഴെ നോക്കൂ, എർത്ത് തിരുവനന്തപുരം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്തു. ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ ഈ ഒരു ഇടത് സൈഡിൽ മൗസ് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്നൊരു പാനൽ വരും. ആ പാനലിൽ ഒന്നാമതായി സ്റ്റാറിൻ്റെ സിമ്പിൾ കാണുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ദൃശ്യം വരും. അവിടെ ഈ ലെൻസിൻ്റെ സൈഡിൽ മൗസ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ലൊക്കേഷൻ ലിസ്റ്റ് ചെയ്യപ്പെട്ട ലൊക്കേഷൻ ആണെങ്കിൽ അതിനകത്ത് നിന്ന് വരും. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ആ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തും. ഇപ്പോൾ എന്നിട്ട് താഴെ ഒന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം ഏതാണ് ലൊക്കേഷൻ എന്ന്. എർത്ത് ഭൂമിയിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ വ്യത്യസ്ത പ്ലാനറ്റുകളെയും അതുപോലെ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയൊക്കെ വീക്ഷിക്കുന്ന ഒരു വീക്ഷണ കോണിലാണ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഇനി കാണിച്ചു തരിക. അതിനുവേണ്ടിയാണ് ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഡേറ്റ് സെറ്റ് ചെയ്യാനാണ്. ഡേറ്റ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു മാർച്ചിലാണ് പറഞ്ഞിട്ടുള്ളത്. മാർച്ച് 15 രാവിലെ 6 മണിക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം. ഒരു 1 സെക്കൻഡ്. ഡേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇടതുവശത്തുള്ള ഈ പാനലിലേക്ക് തന്നെ വരിക. അവിടെ ഒരു ക്ലോക്കിൻ്റെ സിമ്പിൾ കാണുന്നുണ്ടല്ലോ.
ആ ക്ലോക്കിൻ്റെ സിമ്പലിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഡേറ്റ് ആൻഡ് ടൈം ഓപ്ഷൻസ് ഉള്ളത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ കണ്ടോ F5 അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കിട്ടും. അതുപോലെ ലൊക്കേഷൻ വിൻഡോയുടെ ഷോർട്ട് കട്ട് കീ ആണ് F6 F5. ഇതൊക്കെ എന്ത് ചെയ്യും, തിയറിക്ക് ചോദിച്ചേക്കാം ഷോർട്ട് കട്ട് കീ ഏതാണെന്ന്. കീബോർഡ് യൂസ് ചെയ്ത് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ അടുത്ത സൈഡിൽ ഈ ക്ലോക്കിൻ്റെ സിമ്പലിലുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം വന്നിട്ടുണ്ട്. ഡേറ്റ് മാർച്ച് 2026 മാർച്ച് 15 പറഞ്ഞിട്ടുള്ളത് സമയം. അപ്പോൾ ഇവിടെ ജനുവരിയാണ് മാസം. അത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാർച്ചിലേക്ക് പോവാം. 3-ാം മാസം. ഡേറ്റ് 23 നിന്ന് 15 കുറക്കുക. 15 മാർച്ച് 15 പറഞ്ഞിട്ടുള്ളത്. സമയം ഇവിടെ സമയം കാണിക്കുക, സ്റ്റെലേറിയത്തിൽ സമയം കാണിക്കുക നമുക്ക് 24 hour ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് 13 മണി 14 മണി 15 മണി അങ്ങനെ വന്ന് രാത്രി 12 മണിയാകുമ്പോൾ 23 മണി കഴിഞ്ഞ് എന്ത് വരുന്നു, 0 hours എത്തും. അതാണ് രാത്രി 12 മണി. ദെൻ പുലർച്ചെ 1 മണി 2 മണി ആ രീതിയിലാണ് സൈക്കിളിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിനകത്ത് കൃത്യമായിട്ട് വൈകുന്നേരം 6:45 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 6ലേക്ക് 12 കൂട്ടിയാൽ എത്രയാണ് തുക വരുന്നത് അതായിരിക്കും വാല്യൂ. അപ്പോൾ 6 മണി എന്ന് പറയുമ്പോൾ ഇവിടെ പുലർച്ചെ 6 മണിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ നോർമൽ 6:45 കൊടുത്താൽ മതി. ഇനി വൈകുന്നേരം 6:45 എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, 6:45 പറഞ്ഞാൽ 18:45 ആയിരിക്കും. അപ്പോൾ 6ൻ്റെ കൂടെ 12 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈകുന്നേരത്തെ സമയം. റെയിൽവേ ടൈം അതല്ലെങ്കിൽ 24 hour ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ഒരു സമയം. നോർമലി നമ്മൾ നിത്യ ജീവിതത്തിൽ റെയിൽവേയുടെ സമയത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 24 hour ഫോർമാറ്റ് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് 6 മണി എന്ന് പറയുമ്പോൾ പുലർച്ചെ 6 മണിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 6 മണിക്കിലേക്ക് എത്തിക്കുക. 6:45 സമയം പറഞ്ഞിട്ടുള്ളത്. 6:45 സെറ്റ് ചെയ്യുന്നു. ഇനി ടൈം ലൊക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, സൂര്യനെ കാണണം, സൂര്യനെ ദൃശ്യമാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. സൂര്യനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 4ാമതായി കാണുന്ന ഓപ്ഷനിൽ സെർച്ച് വിൻഡോ ഉണ്ടാവും. സെർച്ച് വിൻഡോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സെർച്ച് വിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ലെൻസിനകത്ത് ഒരു സ്റ്റാറുള്ള സിമ്പലാണ്. അപ്പോൾ അതാണ് സെർച്ച് വിൻഡോ, മനസ്സിലാക്കി വെക്കുക. ഷോർട്ട് കട്ട് കീ F3 ആണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണോ സെർച്ച് ചെയ്ത് കൊടുക്കുക. സൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സണ്ണാണ് വേണ്ടത്. സണ്ണ് ക്ലിക്ക് ചെയ്യുമ്പോൾ സണ്ണിൻ്റെ പൊസിഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ സണ്ണ് എവിടെയെങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മൗസിൻ്റെ സ്ക്രോളിംഗ് വീൽ ഉപയോഗിച്ച് സണ്ണിനെ ഒന്ന് സൈസ് കൂട്ടി സെറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലുപ്പത്തിലാക്കി സണ്ണിനെ കാണിക്കുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ ഇവിടെ താഴത്ത് തിരുവനന്തപുരം എന്ന് കാണുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ എൻജർ സ്ക്രീൻ നമുക്ക് പ്രിൻ്റ് ഔട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്ത് ചെയ്യണം, കീബോർഡിനകത്തുള്ള പ്രിൻറ്റ് സ്ക്രീൻ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇനി സപ്പോസ് നിങ്ങളിരിക്കുന്ന കമ്പ്യൂട്ടറിലെ കീബോർഡ് എക്സ്റ്റേണൽ കീബോർഡ് ആണെങ്കിലോ, ചിലപ്പോൾ ചില കീബോർഡുകളിൽ പ്രിൻറ്റ് സ്ക്രീൻ എന്ന അല്ലെങ്കിൽ PRT SCR എന്ന് പറയുന്ന കീ ഒറ്റക്ക് അമർത്തി കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് വരികയില്ല. ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫങ്ഷണൽ കീ കൂടി പ്രസ് ചെയ്യേണ്ടി വരും. അതെങ്ങനെ മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ PRT SCR ഓർ പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ആ ഒരു ബട്ടൻ്റെ കളർ എന്താണെന്ന് നോക്കുക. നോർമലി എല്ലാ അക്ഷരങ്ങളും കൊടുത്താൽ സെയിം കളറിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നോർമലി ഒരു സിംഗിൾ ക്ലിക്ക് തന്നെ അത് അവൈലബിൾ ആവും. ഇനി സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവണില്ല എന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ FN എന്ന് പറയുന്ന ഒരു കീ കൂടി ഉണ്ടാവും. FN അഥവാ ഫംഗ്ഷൻ കീ. ഈ ഫംഗ്ഷൻ കീയും പ്രിൻറ്റ് സ്ക്രീനിൻ്റെ കീയുടെ കളർ ഒരുപോലെ ആയിരിക്കും അക്ഷരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കളർ. സപ്പോസ് ബ്ലൂ കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ ഒക്കെയാണ് നോർമലി കണ്ടുവരാറുള്ളത്. അഥവാ എക്സ്റ്റേണൽ കീബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻറ്റ് സ്ക്രീൻ എന്ന ബട്ടൺ അമർത്തുക. പ്രിൻറ്റ് സ്ക്രീൻ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീൻ റെക്കോർഡ് കാണിക്കാൻ കഴിയും. ഓക്കെ, ഞങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിൻറ്റ് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇത് ഏരിയ മൊത്തം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ ഒന്നെങ്കിൽ സെലക്ഷൻ നമുക്ക് വലിച്ചു നീട്ടി കൊടുക്കാം. അതല്ലെങ്കിൽ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കണ്ടോ, സ്ക്രീൻ. ആ സ്ക്രീൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എൻ്റയർ സ്ക്രീൻ അതിനകത്ത് പെടും. എന്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, വലിച്ചു നീട്ടുമ്പോൾ ഇവിടെ താഴെ തിരുവനന്തപുരം പെടണം. കാരണം തിരുവനന്തപുരത്തെ ലൊക്കേഷനാണ് നമ്മൾ കാണിക്കുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ സ്ക്രീൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ താഴെയുള്ള വെള്ള വൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, വൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്ക്രീൻഷോട്ട് ദൃശ്യമാവും. ഒരു ഫോട്ടോ എടുത്തൊരു എഫക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഫോട്ടോ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, അത് കാണുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് നിന്ന് പുറത്ത് പോവുക. അതിനെന്ത് ചെയ്യുക, സ്റ്റെലേറിയം ഒന്ന് ക്ലോസ് ചെയ്യുക. സ്റ്റെലേറിയം ക്ലോസ് ചെയ്യാൻ ഇത് മൗസ് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങേ അറ്റത്തായിട്ട് ഒരു പവർ ബട്ടൻ്റെ സിമ്പിൾ കാണും. ഒരു 0യും അതിനകത്തൊരു 1ഉം കയറിയിരിക്കുന്ന നോർമൽ ഒരു പവർ ബട്ടൻ്റെ സിമ്പിൾ. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, വിൻഡോ എക്സിറ്റ് ആവും. ഇനി നമ്മൾ ഇത് എവിടെ ഉണ്ടാവുമെന്ന് നോക്കാൻ നമ്മുടെ ഹോമിനകത്തുള്ള പിക്ചേഴ്സ്, ഹോമിലെങ്കിൽ ഇവിടെ ഈ നോർമലി ഫയൽസ് തുറക്കുമ്പോൾ ഇവിടെ താഴെ പിക്ചേഴ്സ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡർ തുറന്നാൽ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. അത് തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പിക്ചർ ഏതാണോ അതായിരിക്കും നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ട്. അത് അവിടെ നിന്ന് കോപ്പി എടുത്ത് exam 10
പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇവിടുന്ന് കോപ്പി എടുക്കുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഹോമിലേക്ക് പോകുന്നു, എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിലേക്ക് വന്ന് റൈറ്റ് ബട്ടൺ പേസ്റ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ പേസ്റ്റ് എന്ന ബട്ടൺ കൊടുക്കുന്നു. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ പേര് നോക്കൂ, സ്ക്രീൻഷോട്ട് ഫ്രം 2026 എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ടിപ്പിക്കൽ ഡാറ്റയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നെയിം എന്ന് കൊടുക്കണം. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ tvn.png എന്നാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ PNG ആയിട്ടാണ് ഫയൽ സേവ് ചെയ്യേണ്ടത്. ഇനീഷ്യലി ഇത് PNG ഫയൽ തന്നെ ആയിരിക്കും, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ നെയിം മാറ്റി കൊടുക്കണം. നെയിം മാറ്റി കൊടുക്കാൻ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, അതിനകത്ത് റീനെയിം എന്നൊരു ഓപ്ഷൻ എടുക്കുന്നു. റീനെയിം എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം .png അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് മുൻപിലുള്ള സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഡാറ്റ ബാക്ക് സ്പേസ് അടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുക. ഒരാറക്കം നമ്പർ ഞാൻ റാൻഡംലി കൊടുക്കുകയാണ്, _TVM. ഇവിടെ നമ്മൾ TVM എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രജിസ്റ്റർ നമ്പർ _TVM എന്ന് കൊടുക്കാൻ. ഇനി നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അതിനുശേഷം റീനെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റീനെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, ഈ ഫയൽ സേവ് ആയി, ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും സമയം എടുത്തത്. പക്ഷേ നിങ്ങൾ ഇനീഷ്യലി ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ 2 സെക്കൻഡ് 2 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സംഭവം ചെയ്ത് കൃത്യമായിട്ട് സേവ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണിത്, സ്റ്റെലേറിയത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സ്റ്റെലേറിയത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സ്റ്റെലേറിയൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഐസ്ലാൻഡിലെ തലസ്ഥാനമായ റെയ്ജാവിക്കിൽ നിന്നും 12/8/2026 വൈകുന്നേരം 5:48 കാണാൻ സാധിക്കുന്ന പൂർണ്ണ സൂര്യഗ്രഹണം സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിൽ ദൃശ്യമാക്കുക. സൂര്യഗ്രഹണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണമൊക്കെ കുറിച്ച്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂര്യഗ്രഹണമാണ് കാണിക്കേണ്ടത്. സൂചനകൾ നോക്കൂ. നിരീക്ഷണ സ്ഥലം റെയ്ജാവിക്, ഐസ്ലാൻഡ് എന്ന് പറയുന്ന സ്കാൻഡേവിയൻ കൺട്രിയാണെന്ന് നമുക്കറിയാലോ. അവിടെയുള്ള റെയ്ജാവിക് എന്ന് പറയുന്ന ആ ഒരു പ്ലേസാണ്, ഐസ്ലാൻഡിലെ റെയ്ജാവിക് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനാണ്. ആ ലൊക്കേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സ്ഥലം സെറ്റ് ചെയ്യണം. അതിനുശേഷം നിരീക്ഷണ തീയതി 2026 ഓഗസ്റ്റ് 12 ഓഗസ്റ്റ് 12 2026 സെറ്റ് ചെയ്യണം. സമയം വൈകുന്നേരം 5:48 വൈകുന്നേരം 5:48 വരുന്നത്. വൈകുന്നേരം 5:48 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 12 കൂട്ടണം, എങ്കിലേ എന്തെങ്കിലും വൈകുന്നേരം ആവുള്ളൂ. മറ്റേതെന്തായിരിക്കും, രാവിലെ ആയിരിക്കും. രാവിലെ 5:48 ആണെങ്കിൽ നോർമൽ 5:48 തന്നെ കൊടുത്താൽ മതി. എന്നാൽ വൈകുന്നേരം 5:48 ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, 24 hour ഫോർമാറ്റിലേക്ക് കിട്ടാൻ 12 കൂട്ടി കൊടുക്കണം. അപ്പോൾ 12 വരുമ്പോൾ എന്ത് വരും, 5 × 17 എന്നാവും. ഇനി സെർച്ച് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? സെർച്ച് ചെയ്യേണ്ട പ്ലാനറ്റ് മൂണിനെയാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൂര്യഗ്രഹണം കാണുമ്പോൾ നമ്മൾ സൂര്യൻ ആൾറെഡി സ്ക്രീനിലുണ്ടാവും, അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൂണിനെ സെറ്റ് ചെയ്യേണ്ടത്. സെർച്ച് ചെയ്ത് മൂണിനെ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സൂര്യൻ്റെ മുകളിലായിട്ട് വരുന്ന ആ കൃത്യമായിട്ടുള്ള ആ ലൊക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റായിട്ടുള്ള ആ പിക്ചറാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് സേവ് ചെയ്യേണ്ടത്. സൂര്യഗ്രഹണം സ്ക്രീനിൻ്റെ മധ്യത്തിൽ ക്രമീകരിച്ച് വ്യക്തമായി ദൃശ്യമാകുന്നതിനായി സൂം ചെയ്യുക. തുടർന്ന് സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിൽ ജാലകം മുഴുവനായും കിട്ടുന്ന വിധം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ eclipse 2026.png എന്ന പേരിൽ എക്സാം 10 പ്രൊഡക്ട്സിലേക്ക് സേവ് ചെയ്യുക. ഇത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായൊരു ക്വസ്റ്റ്യൻ അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ അല്ലേ? എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്റ്റെലേറിയം തുറക്കുക എന്നുള്ളത് തന്നെയാണ്. സ്റ്റെലേറിയം തുറക്കാൻ എന്ത് ചെയ്യുക, നമ്മുടെ ഷോ ഓൾ ആപ്ലിക്കേഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സ്റ്റെലേറിയം. ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ വർഷം വരെ നമ്മുടെ സോഫ്റ്റ്വെയർ വ്യത്യസ്തമായിരുന്നു. 18.04 എന്ന് പറയുന്ന വേർഷനായിരുന്നു. ഈ ഒരു വേർഷനിലേക്ക് വന്നതോടുകൂടി കുട്ടികൾക്ക് കുറേ കൂടി സൗകര്യമായി. കാരണം സോഫ്റ്റ്വെയർ എവിടെയാണെങ്കിലും അതിൻ്റെ പാത്ത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും കൃത്യമായി മൊബൈലിലൊക്കെ ചെയ്യുന്ന പോലും സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് കൃത്യമായ സോഫ്റ്റ്വെയർ എവിടെയാണ്, ഏത് സെക്ഷനകത്താണെന്നുള്ള ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. പേര് കൃത്യമായിട്ട് അറിയെങ്കിൽ 2 അക്ഷരങ്ങൾ അടിച്ചാൽ പോലും എന്ത് ചെയ്യും, ആ സോഫ്റ്റ്വെയർ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. ഓക്കെ, സ്റ്റെലേറിയം ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റെലേറിയം തുറന്നു വരുന്നു. ഇനി എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം, ലൊക്കേഷൻ സെറ്റ് ചെയ്യണം. ഇപ്പോൾ നോക്കൂ, ഇത് കണ്ണൂരാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മുടെ സ്ക്രീനിൻ്റെ ഇടതുവശത്തേക്ക് മൗസ് കൊണ്ടുപോകുക. അവിടെ എന്തുണ്ടാവും, ഒരു സ്റ്റാറിൻ്റെ സിമ്പിൾ ഉണ്ടാവും. ലൊക്കേഷൻ വിൻഡോ എന്നാണ് അതിൻ്റെ പേര്. 1ാമത്തെ ഓപ്ഷനാണ്. അതിൻ്റെ കീ എന്താണ്, ഷോർട്ട് കട്ട് കീ എന്താണ്, F6 എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ലൊക്കേഷൻ വിൻഡോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്ന് വരുമ്പോൾ ഇവിടെ സപ്പോസ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഡാറ്റ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റീസെറ്റ് ലൊക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡാറ്റ ഒന്നുകൂടെ റീസെറ്റ് ആയിട്ട് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റെയ്ജാവിക്കാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ REY എന്ന് അടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഓക്കെ
ഇവിടെ വന്നിട്ടുണ്ട് ഐസ്ലാൻഡിലെ ഈ ലൊക്കേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ഇവിടെ താഴത്ത് ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ടൈം ആൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ ലൊക്കേഷനിൽ നമ്മൾ എത്തിക്കെടുത്തി, നമ്മളിപ്പോൾ ഐസ്ലാൻഡിലേക്ക് പറന്നെത്തി അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്ന് എവിടെ എത്തി, ഐസ്ലാൻഡിലേക്ക് എത്തി. അതൊക്കെ നമ്മളെ സഹായിച്ചതാരാണ്, സോഫ്റ്റ്വെയറാണ്. നമുക്ക് ഐസ്ലാൻഡിൽ പോവാതെ തന്നെ ഐസ്ലാൻഡിൻ്റെ ആകാശം ഇവിടെ നിന്ന് ഇരുന്ന് കാണാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒരു ബെനിഫിറ്റ്സ് എന്തുകൊണ്ടുണ്ട്, സ്റ്റലേറിയം കൊണ്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യണം. ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാൻ നമ്മുടെ ഇടതുവശത്തുള്ള പാനലിൽ തന്നെ രണ്ടാമതായി കാണുന്ന ക്ലോക്കിൻ്റെ സിമ്പൽ, അതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലോക്കിൻ്റെ സിമ്പലാണ് ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റും ടൈം ഓട്ടോമാറ്റിക് ടൈം ചേർന്നിട്ടാണ് ഡേറ്റ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ് ആൻഡ് ടൈം ക്ലിക്ക് ചെയ്യാം. ഡേറ്റ് ആൻഡ് ടൈം ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ അതിൻ്റെ ലൊക്കേഷൻസ് കാണിക്കും, ഡേറ്റ് ആൻഡ് ടൈം കാണിക്കുന്നുണ്ട്. ഡേറ്റ് എന്ന് പറയുന്നത് 12/8/2026 പറഞ്ഞത്. അപ്പോൾ 2026 8-ാം മാസം 12-ാം തീയതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ 8-ാം മാസത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരിക, 8 ആക്കി. ഇനി 2026 12-ാം തീയതിയാണ്. ഇവിടെ 12ലേക്ക് കൊണ്ടുവരാം, 12. ഇനി വൈകുന്നേരം 5:48 ഇവിടെ എന്ത് ചെയ്യണം, സമയം 17ലേക്ക് എത്തിക്കണം. സമയം 48 സെക്കൻഡ്. ഓക്കെ. ഇനി എന്ത് ചെയ്യണം, മൂണിനെ സെർച്ച് ചെയ്യണം. മൂന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. നോക്കൂ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും സണ്ണിൻ്റെ മുകളിൽ മൂണ് കയറിയിരിക്കുന്നത്. എന്ത് ചെയ്യണം, സൂം ചെയ്യണം, എന്നാലേ കൃത്യമായിട്ട് കാണാൻ കഴിയുള്ളൂ. മൗസിൻ്റെ സ്ക്രോളിംഗ് വീൽ ഉപയോഗിച്ച് മുന്നിലേക്ക് ചലിപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇപ്പോൾ സണ്ണിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മൂണ് കയറിയിരിക്കുന്നുണ്ട് അല്ലേ. ഇതാണെന്ത്, സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയ ഇതാണ് നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സേവ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്ത് ചെയ്താൽ മതി, കീബോർഡിനകത്തുള്ള പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. സ്ക്രീനകത്തുള്ള ഈ പ്രിൻറ്റ് സ്ക്രീൻ ഒന്ന് അമർത്താൻ എന്ത് ചെയ്താൽ മതി, കീബോർഡിനകത്തുള്ള പ്രിൻറ്റ് സ്ക്രീൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ സ്ക്രീൻ റെക്കോർഡ് കിട്ടും. ദെൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഓപ്ഷൻ വന്നു. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്ക്രീൻ ഷോട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ സെലക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രീൻ ഉണ്ട്. ഇവിടെ ഈ എൻറ്റയർ സ്ക്രീനാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അതിന് താഴെ ഈ വൈറ്റ് സ്ക്രീൻ എന്ത് ചെയ്യുന്നു, വൈറ്റിലുള്ള ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. വൈറ്റിൽ നിന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന കൂടി ഒരു ക്യാമറ ക്ലിക്ക് ആകുന്നത് പോലെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ലൊക്കേഷനിലേക്ക് എവിടെയാണോ സേവ് ചെയ്തിട്ടുണ്ടാവുക ഈ ഫയൽ ഉണ്ടാവുക ഹോമിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. അപ്പോൾ ഹോമിലേക്ക് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്ത് നിന്ന് എക്സിറ്റ് ആവണം. ചിലയിടത്ത് നിന്ന് എക്സിറ്റ് ആവാൻ മൗസ് താഴേക്ക് ചലിപ്പിക്കുമ്പോൾ ഇവിടെ ഇങ്ങേ അറ്റത്തായിട്ട് കാണാം എന്ത്, ഒരു പവർ ബട്ടൻ്റെ സിമ്പൽ. ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മൾ പുറത്തേക്ക് വന്നു. ഇനി ഈ നമ്മൾ സേവ് ചെയ്ത ഫയൽ ഹോമിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് പോയി വെക്കുക. അവിടെ സ്ക്രീൻഷോട്ട് എന്നതിനകത്ത് ഏറ്റവും അവസാനം കാണുന്ന പിക്ചർ ഏതാണോ അതായിരിക്കും നമ്മൾ ലാസ്റ്റ് എടുത്ത പിക്ചർ, സ്ക്രീൻ ഷോട്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക. കോപ്പി ടു എന്നാണ് അറിയാണ്ട് ചെയ്ത്, എന്നാലും വർക്ക് ചെയ്യും. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഹോമിലേക്ക് വരുന്നു, എക്സാം 10 പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക. എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ധൃതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും, പക്ഷേ എന്ത് സംഭവിക്കും, കൃത്യമായ ലൊക്കേഷനിൽ നിങ്ങൾ സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് എക്സാം 10ലേക്ക് തന്നെയാണ് സേവ് ചെയ്യുന്നത് ഉറപ്പ് വരുത്തുക. ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലും, എക്സാമിൻ്റെ സമയത്ത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലും എക്സാം 10 എന്ന് ഫയലിൽ പോയിട്ട് എക്സാം 10 തുറന്ന് നോക്കുക, എക്സാം 10 പ്രൊഡക്ട്സ് തുറന്ന് നോക്കുക. അവിടെ നിങ്ങൾ ചെയ്ത ഫയലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മതി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അഥവാ ഫയൽ മിസ്സായി പോയാൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് സേവ് ആയി പോയാൽ നിങ്ങളുടെ A+ൻ്റെ സാധ്യത മങ്ങിപ്പോവും. അതൊരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ലൊക്കേഷനിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ എക്സാം ഹാളിൽ ഇൻവിജിലേറ്റേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോമിൽ എക്സാം 10 പ്രോഡക്ട്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, പിക്ചർ ഇവിടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ റീനെയിം ചെയ്തിട്ട് പേര് കൊടുക്കണം. പേരെന്തായാലും കൊടുക്കാൻ പറഞ്ഞിരുന്നത്, രജിസ്റ്റർ നമ്പർ _Eclipse എന്നാണ്. .png അവിടെ തന്നെ നിന്നോട്ടെ. നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം PNG ഫയൽ എക്സ്റ്റൻഷനാണ്. നിങ്ങളായിട്ട് സ്വന്തമായിട്ട് ഒരു പുതിയതായിട്ട് .png ഒന്നും കൊടുക്കേണ്ടതില്ല. റീനെയിം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, പിക്ചർ സെറ്റായി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി വേണമെങ്കിൽ ചെയ്തു നോക്കാം.
ഞാനൊന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സ്റ്റൈലേറിയത്തിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സിമ്പിളായ ക്വസ്റ്റ്യനാണ്. കൊച്ചിയിൽ 2021 5-ാം മാസം 2031 5-ാം മാസം. അത് 5-ാം മാസം എന്ന് പറഞ്ഞാൽ ഏതാണ്? മെയ് മാസം 21-ാം തീയതി 2031. ഇപ്പം നിൽക്കുന്നത് 2026-ലാണ്. 2026 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2031 സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണം ഇവിടുന്ന് പോയി കാണാൻ പറ്റും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്. അതാണ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. ഉച്ചയ്ക്ക് 1:30 തന്നെ കാണാൻ സാധിക്കുന്ന ഉച്ചയ്ക്ക് 1:30 കാണാൻ സാധിക്കുന്ന പൂർണ്ണ സൂര്യഗ്രഹണം സ്റ്റൈലേറിയൻ സോഫ്റ്റ്വെയർ ദൃശ്യമാക്കുക. നിരീക്ഷണ സ്ഥലം കൊച്ചി, ഇന്ത്യ. നിരീക്ഷണ തീയതി 2031 മെയ് 21. സമയം ഉച്ചയ്ക്ക് 1:03. സെർച്ച് ചെയ്യേണ്ട കണ്ടീഷൻ മൂൺ. നമുക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോയേക്കാം, ചെയ്തു നോക്കാം. പിന്നെ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഫയൽ നെയിം പറയുന്നത് രജിസ്റ്റർ നമ്പർ _Eclipse 2031. നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. രജിസ്റ്റർ നമ്പർ Eclipse 2031.png എന്നാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയേക്കാം. സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. നേരത്തെ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. സ്റ്റൈലേറിയൻ തുറക്കുന്നു. നേരത്തെ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ആ സ്റ്റെപ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? ലൊക്കേഷൻ സെറ്റ് ചെയ്യണം. ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ മുകളിൽ ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുന്നു. ഇവിടെ ലൊക്കേഷനിൽ കൊച്ചിൻ എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെന്ത് ചെയ്യുക? റീസെറ്റ് ലൊക്കേഷൻ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് COCHIN കൊച്ചിൻ കേട്ടോ. സ്പെല്ലിങ് ഇഷ്യൂസ് ഉണ്ടായാലും എന്ത് ചെയ്യും? കൃത്യമായ ഡാറ്റ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാം. കൊച്ചിൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക, വിൻഡോ ക്ലോസ് ചെയ്യുക. താഴേക്ക് ഒന്ന് നോക്കിയാൽ ഇവിടെ കൊച്ചിൻ എത്തിയിട്ടുണ്ട്. ഇനി ഡേറ്റ് എന്ത് ചെയ്യണം? ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യണം. 21/5 അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ 2031 മാറ്റി, ഇത് 5-ാം മാസത്തിലേക്ക് മാറ്റി. അതുപോലെ ഡേറ്റ് 21. ഓക്കെ, സമയം പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഉച്ചയ്ക്ക് 1 മണി പറയുന്നത് ഏതായിരിക്കും സമയം? പറയൂ. 13 മണി അല്ലേ? 13 മണി അഥവാ ഉച്ചയ്ക്ക് 1 മണി നമ്മൾ സമയം ഇവിടെ സെറ്റ് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് മാറ്റും ചെയ്യുക. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നോക്കൂ, ഉച്ചയ്ക്ക് 1 മണിയാണെങ്കിലും അവിടെ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ എല്ലാ ഇതും സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? നട്ടുച്ചക്കാണ് സമയം, ഉച്ചയ്ക്ക് 1 മണി എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഇവിടെയൊക്കെ ഇരുട്ട് മൂടിയൊരു അവസ്ഥയല്ലേ? ഒരു പുലർച്ചെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇരുട്ട് മൂടുന്ന ഒരു ഫീലാണ് സ്ക്രീനിൽ നമുക്ക് തരുന്നത്. കൃത്യമായിട്ട് സൂര്യഗ്രഹണം നടക്കുന്നതുകൊണ്ടാണ്. ഇനി ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് മൂണാണ്. മൂണ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, ആ കറക്റ്റായിട്ട് സൂര്യനെ മൂണ് എന്ത് ചെയ്തിട്ടുണ്ട്? സൂര്യനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പുറത്ത് വൈറ്റായിട്ട് കാണുന്നതാണ് സണ്ണാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഡാർക്കായിട്ട് കാണുന്നതാണ് മൂണാണ്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സൂം ഓപ്ഷനകത്ത് വരുന്നത് എന്താണ്? മൂണാണ്. ഉള്ളിൽ ബാക്ക് സൈഡിലായിട്ടാണ് എന്തുള്ളത്? സണ്ണ് കാണുന്നത്. ഇതെന്ത് ചെയ്യണം? സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞിരുന്നു, കീബോർഡിനകത്തുള്ള പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? എൻ്റയർ സ്ക്രീൻ ആക്കുക. ഈ സെൻറ്ററിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിൻഡോ ഒന്ന് എക്സിറ്റ് ആവണം. അതിനെന്ത് ചെയ്യണം? സ്റ്റൈലേറിയൻ ക്ലോസ് ചെയ്യുക. സ്റ്റൈലേറിയൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിക്ചേഴ്സിൽ ഒന്ന് വന്ന് നോക്കുക. ഹോമിൽ പിക്ചേഴ്സിനകത്ത് പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ ഉണ്ടാവും. ഇനി സപ്പോസ് നിങ്ങളെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ തുറന്നു വരുമ്പോൾ ഈ അടുത്ത സൈഡിൽ ബാർ കാണുന്നില്ല എന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഹോം തുറന്നാൽ ഹോമിനകത്തും പിക്ചേഴ്സ് എന്ന ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിനകത്ത് സ്ക്രീൻഷോട്ടിനകത്ത് ഏറ്റവും അവസാനത്തെ പിക്ചർ. സ്ക്രീൻഷോട്ട് എപ്പോഴും നോക്കുകയാണെങ്കിലും സ്ക്രീൻ റെക്കോർഡാണെങ്കിലും സ്ക്രീൻഷോട്ടാണെങ്കിലും ഫയലിലുണ്ടാവും. ഏറ്റവും അവസാനത്തെ പിക്ചറായിരിക്കും നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്നത്. അത് അവിടെ നിന്ന് എന്ത് ചെയ്യുക? കോപ്പി എടുക്കുക. ഹോമിൽ വരുന്നു, X10 പ്രോഡക്ട്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്യുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീനെയിം ചെയ്യുന്നു. റീനെയിം ചെയ്യേണ്ടത് എന്താണ്? ഡേറ്റ് Eclipse 2031 എന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പേര് അതുപോലെ തന്നെ ചെയ്യുന്നു. 2031. ഓക്കെ, റീനെയിം ചെയ്യുന്നു. ഓക്കെ, സെറ്റാണല്ലോ. സിമ്പിളായ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ.